ഇന്ത്യയിൽ വ്യത്യസ്ത കളറുകളിൽ പാസ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളെല്ലാവരും പൊതുവെ കാണുന്നത് നീല നിറത്തിലുള്ള പാസ്പോർട്ടാണ്. പക്ഷേ ഇന്ത്യയിൽ അതിനു പുറമെ കുറെ പ്രത്യേക നിറത്തിലുള്ള പാസ്പോർട്ടുകളുമുണ്ട്. ഓരോ നിറത്തിന്റെയും പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആദ്യം നീല പാസ്പോർട്ട്. ഇത് വിദേശയാത്ര ചെയ്യുന്ന സാധാരണ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന പാസ്പോർട്ടാണ്. നമ്മിൽ ഭൂരിഭാഗം ആളുകളുടെയും കയ്യിലുള്ളതും ഇതുതന്നെയാണ്. അടുത്തത് മെറൂൺ പാസ്പോർട്ട്. ഇത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ്. വിദേശകാര്യ സേവന ഉദ്യോഗസ്ഥർക്ക്, അംബാസഡർമാർക്ക്, ഡിപ്ലോമാറ്റുകൾക്ക്, രാജ്യം ഔദ്യോഗികമായി പ്രതിനിധീകരിച്ചു പോകുന്ന ഉയർന്ന തല ഉദ്യോഗസ്ഥർക്കാണ് ഇത് അനുവദിക്കുന്നത്. മൂന്നാമത് വെള്ള പാസ്പോർട്ട്. ഇത് സർക്കാർ സർവീസിലുള്ളവർക്ക് ഔദ്യോഗിക യാത്രകൾക്കായി നൽകുന്നതാണ്. ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് ഇല്ലാത്ത ഇന്ത്യ ഗവൺമെന്റ് പ്രതിനിധികൾക്കാണ് ഈ പാസ്പോർട്ട്. അടുത്തത് മഞ്ഞ പാസ്പോർട്ട്. ഇത് യഥാർത്ഥ പാസ്പോർട്ടല്ല. ഇന്ത്യയിൽ താമസിക്കുന്ന ടിബറ്റൻ അഭയാർത്ഥികൾക്ക് നൽകുന്ന തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റാണ്. മഞ്ഞ കവർ ഉള്ളതുകൊണ്ടാണ് ഇതിനെ മഞ്ഞ പാസ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഓറഞ്ച് പാസ്പോർട്ട്. 2018 നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവർ വിദേശത്ത് ജോലിക്ക് പോകുമ്പോൾ വേണ്ടി ഓറഞ്ച് നിറത്തിലുള്ള ഇമിഗ്രേഷൻ പാസ്പോർട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ വലിയ വിവാദങ്ങളും എതിർപ്പുകളും ഉയർന്നതോടെ ഈ പദ്ധതി പിന്നീട് നിർത്തിവെച്ചു. ഇനി അവസാനം എമർജൻസി സർട്ടിഫിക്കറ്റ്. വിദേശത്തിരിക്കുമ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഒറ്റത്തവണ ഇന്ത്യയിലേക്ക് മടങ്ങാൻ അനുവദിക്കുന്ന താൽക്കാലിക ട്രാവൽ ഡോക്യുമെന്റാണിത്. ഇത് സ്ഥിര പാസ്പോർട്ടല്ല, രക്ഷപ്പെടാനുള്ള വഴിയാണ്. ഇങ്ങനെ നമുക്ക് പരിചിതമായ നീല പാസ്പോർട്ടിന് പുറമെ ഇന്ത്യയിൽ വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകളും ഡോക്യുമെന്റുകളും നിലവിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.